സോനുട്ടാ 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 ഇവിടെ അമ്മണ്ട്, വലിയ സീനാക്കല്ലേ. ഇയ്യൊന്ന് ഇങ്ങോട്ട് വാ, എനിക്ക് എൻ്റെ അടുത്ത് ഒരു കാര്യം പറയാനുണ്ട്. എന്ത് കാര്യമൊക്കെ പറയാനുള്ളേ? ഇയ്യൊന്ന് ഇങ്ങോട്ട് വേഗം വരുമോ? ഈ എങ്ങോട്ടാണ് മണ്ട ഈ ഇന്നലെ ഓടിയേ? ഇടയ്ക്ക് പെട്ടെന്ന് ഒരു കോള് വന്ന്, കൊട്ടേഷൻ കോള്. വീട്ടിലായി പോയി ടൂൾസൊക്കെ. ഓ, അതെടുക്കാൻ പോയതായിരിക്കുമല്ലേ? എനിക്ക് കണ്ടാൽ തന്നെ മനസ്സിലായി. അന്നപ്പോ ഈ പാറുവിനെ കണ്ടോ പേടിച്ച് ഓടിയല്ലേ? ആണോ, ഞാൻ പോരെ. എനിക്ക് പേടിയോ? ഈ കൈ കണ്ടിട്ട് എനിക്ക് തോന്നുന്നുണ്ടോ പേടിയുണ്ട്? കൈ കണ്ടിട്ട് എനിക്കൊന്നും തോന്നുന്നില്ല. കൊതുക് പിടിക്കാനല്ലേ ഈ കൈ ഉപയോഗിക്കല്? അതൊക്കെ പണ്ട്, ഇപ്പൊ വേറെ സീനാവാനേ. ഓ, ഈ പറഞ്ഞൊക്കെ ഞാൻ വിശ്വസിച്ച്. ഈ ഇപ്പൊ എന്റെ കൂടെ ഒന്ന് വരുവോ? പാറുവിന്റെ അടുത്തേക്കാണെങ്കിൽ ഞാനല്ല, അത് വേറൊരു കാരണ. എന്താ മോനെ ഈ കാര്യം പറ, ഇങ്ങോട്ട് കേറി വാ. മോനെ, അതൊരു വലിയ കാര്യാ, ഇപ്പൊ പറയാക്ക് സമയല്ല. എനിക്ക് പറയാൻ പറ്റെങ്കിൽ ഈ ഒന്ന് പറയോ, എന്നിട്ട് വേണം പോയി പാറുവിന്റെ അടുത്ത് പോവാൻ. മോനെ, ഞാൻ ഒരു വട്ടം പറഞ്ഞു ഞാൻ വരൂല. എനിക്ക് പേടി, ഇയോടെ കണ്ട അപ്പിടും. അപ്പി വേണ്ട, കഴിക്കാൻ നിൽക്കണ്ട. ധൈര്യം ഉണ്ടേ വായി, ഓളൊന്ന് സെറ്റ് ആക്കിത്താ. ധൈര്യം കാണിക്കണ്ട, പൊട്ടത്തരം കാണിച്ചതല്ല. എനിക്കോളെ വലിയ പേടിയൊന്നും ഉണ്ടായിട്ടല്ല. ഓളെ ഏട്ടന്മാരുമായിട്ട് ഞാനും ഭയങ്കര സീനാക്കാൻ അറിയില്ലേ. ഓളെ ഏട്ടന്മാര് ഇന്നെ ഇന്നലെ തല്ലി. എനിക്ക് എന്റെ കൂടെ കട്ടയ്ക്ക് നിക്കാൻ പറ്റുമോ? ദേ, അനക്ക് അന്ന് തരാൻ വെച്ചത് കഴിഞ്ഞിട്ടോ. പോയിക്കോ, പോടാ. അളിയനാ ഇപ്പൊ അല്ല, ഞാൻ ഇപ്പൊ തല്ലീന്നോ? അനക്ക് എന്തെങ്കിലും പറ്റിയോ അപ്പൊ കൂട്ടാ? എനിക്കൊന്നും പറ്റിയില്ല. ആ നേരത്തെ എൻ്റെ കൂടെ ആരും ഇല്ലേനി, ഈ പോയി കഴിഞ്ഞില്ലേ? നീ ഇങ്ങനെ പെണ്ണുങ്ങളെ പുറകെ പോവല്ലേ? നീ മണ്ണപ്പം ചുട്ട് സെറ്റാക്കാം. മണ്ണപ്പയ്ക്ക് വേണ്ട, എനിക്ക് പാറു മതി. അനക്ക് വേണം തലയെ പിടിച്ചിട്ടാ, അല്ലാണ്ട് വേറൊന്നുമല്ല. ഈ എൻ്റെ കൂടെ ഈ പ്രാവശ്യം വരുമോ? എനിക്ക് പറ്റുമോ? എടാ മച്ചാ, എനിക്ക് പാറു എവിടെ ഇരിക്കുന്നതെന്ന് അറിയാം. നമുക്ക് കട വരെ ഒന്ന് പോയി നോക്കിയാലോ? നമുക്കറിയാലോ ഓലെ ഏട്ടന്മാരായിട്ടുള്ള പ്രശ്നം. പിന്നെ എന്തിനാ ഓളെ വയ്യാലും പോണ്? എന്ത് പ്രശ്നമല്ലേ? ഓള് കയറ്റുമ്പോ എന്ത് പ്രശ്നമല്ലേ? അവിടെ എന്റെ നെഞ്ചൊക്കെ ഓളം എടുത്തച്ച് എന്റെ ആശാനത്തേക്ക് എടുത്തന്നേ. അതൊക്കെ എങ്ങനെ മറന്നു പോവുക? ആയോധന കലകൾ തമാശക്ക് ഉപയോഗിക്കാനുള്ളതല്ല. നീ പഠിച്ച അഭ്യാസം എതിരാളിയെ ഉപദ്രവിക്കാനാവരുത്. വീണ് കിടക്കുമ്പോൾ, നീ തോറ്റുപോയെന്ന് തോന്നുമ്പോൾ നിനക്ക് തുണയായി ഒരാൾ വരും. നീ പഠിക്കുന്ന ഓരോ ചെറിയ അറിവും ഒരു കാലം നിനക്ക് സഹായമായി വരും. വണ്ടിക്കോ വാടാ. അത് ഓളെ ഏട്ടന്മാര് കൊണ്ടുപോയി കൊടുത്തിട്ടേ, അല്ലാണ്ട് ഓള അത്രക്കാരി നെഹീഹേ. ഓള് അത്രക്കാരിയാണെങ്കിലും പത്രക്കാരിയാണെങ്കിലും നമുക്ക് ഓളെ ഇഷ്ടമാണെങ്കിലും നമുക്ക് നോക്കാം. അല്ലാണ്ട് എനിക്ക് ഇതിൽ താല്പര്യമില്ല. എന്നാ വാമ്പ് പോയോക്കാം. കഴിഞ്ഞ പ്രാവശ്യം പോയാലേ പോയത് കേട്ടോ. എൻ്റെ കൂടെ കട്ടയ്ക്ക് ഉണ്ടാവണേ. ഈ പ്രാവശ്യം ഞാൻ എൻ്റെ കൂടെ കട്ടയ്ക്ക് ഉണ്ടാവും. എന്താ ആളെയും കൂട്ടി വന്നേ? സെറ്റാക്കാറുണ്ട്. പറയണോ? എന്താ രണ്ടൂടെ കളിക്കണേ? സമാധാനത്തിന് വേണ്ടിട്ട് അവിടെ കുത്തിരുന്നേ. എനിക്കത് ഇഷ്ടമാണ്. ഐ ലവ് യു. എനിക്കെന്നെ ഇഷ്ടമാണോ? എടാ മണ്ട, പറഞ്ഞു മാറിപ്പോടും. എന്ത് മാറിപ്പോയി? ഞാൻ പറഞ്ഞില്ലേ. എടാ എനിക്ക് ഓളെ ഇഷ്ടാന്ന് പറയണ്ടേ, എനിക്ക് ഓളെ ഇഷ്ടാന്നുള്ള പറയണ്ടേ. ആ ശരിയാ. പാറുമോളെ, ഇവന് എന്നെ ഇഷ്ടാ. എവിടെ പൊട്ടഴിച്ച് പിന്നെയും തെറ്റിച്ച് അങ്ങനെ എല്ലാടും പറയണ്ടേ. പിന്നെ എങ്ങനെയാണോ കോപ്പേ? ഈ അങ്ങോട്ട് വാ. പാറുമോളെ എപ്പോ വരെ? ഒരു മിനിറ്റ്. എന്തൊക്കെ മണ്ടത്തരങ്ങളാണ് വിളിച്ചു പറയുന്നേ? ഞാൻ എന്ത് മണ്ടത്തരം പറഞ്ഞാ പൊട്ടായി വിളിച്ചു പറയുന്നത്? എടാ എനിക്കാണ് ഓളെ ഇഷ്ടം, എനക്കല്ല. അതന്നെയല്ലടാ മണ്ട, ഞാനും അവിടെ അവതരിപ്പിച്ച എന്താടാ പൊട്ട? എനിക്ക് ഓളെ ഇഷ്ടാന്ന്. ഐ ലവ് യു. അതെന്ന് പറഞ്ഞ എന്താടാ മണ്ട? ഈ ഓള് ഭയങ്കര ഇഷ്ടത്തിലാന്ന്. അതിന് എനിക്ക് ഓളെ ഇഷ്ടാന്നല്ലോ പറയാ. അതല്ലട പൊട്ട ഞാനും പറഞ്ഞു. ഈ അതല്ലേ പറഞ്ഞു, ഈ ഐ ലവ് യു എന്നാണ് പൊട്ട പറഞ്ഞേ. ഐ ലവ് യു പറഞ്ഞ പിന്നെ എന്താടാ പൊട്ട?
എടോ ഐ ലവ് യു എന്ന് പറഞ്ഞാൽ ഇഷ്ടമാണെന്ന് തന്നെയാണ് അർത്ഥോ. പക്ഷെ എനിക്ക് ഓൾ ഇഷ്ടമാണെന്നാടാ പൊട്ട പറയണ്ടേ. എൻ്റെ പൊന്നു മോനെ, അതല്ലേ ഞാൻ പറഞ്ഞ ഐ ലവ് യൂന്ന്. അങ്ങനെയല്ല പറയണ്ടേ, എനിക്ക് ഓളോട് അഗാധമായ പ്രണയാന്നാ പറയണ്ടേ. സെറ്റ്, ഈ പ്രാവശ്യം ഞാൻ റെഡിയാക്കി പറയാം. വേണേ കുറച്ച് പൊലിപ്പിച്ചൊക്കെ പറയും. ഞാൻ കാണാൻ ഭയങ്കര ലുക്കാണ്, ബ്യൂട്ടിഫുൾ ആണെന്നൊക്കെ വിടലായിട്ട് വിട്ട്. ആ ശരി ശരി, ഞാൻ വിട്ടോളാം. വേറെ എന്തെങ്കിലും എക്സ്ട്രാ പേഴ്സ് ഉണ്ടോ? ഈ വേണമെങ്കിൽ എനിക്ക് കുറേ ഏക്കർ സ്ഥലമൊക്കെ ഉണ്ട്, ആരും വിട്ടൂട്. ഒക്കെ ഞാൻ പറഞ്ഞത്, ഈ ഇവിടെ നിന്നോ. ഞാൻ കിടന്നോളാം, ഈ പോയി വാ. ഞാൻ പോയി സെറ്റാക്കി വരാം ഇവിടുന്ന്. എന്താ എനിക്ക് വേണ്ടേ? മോളെ, എനിക്കൊരു കാര്യം പറയാണ്ട്. നമ്മളെ ചെക്കന് ഇഷ്ടമാന്ന് പറഞ്ഞേക്ക്, അല്ലെങ്കിൽ കയ്യും കാലും ഞാൻ തച്ചൊടിക്കും. ഓ പിന്നെ, എൻ്റെ ഏട്ടന്മാരൊന്നും എനിക്ക് ഓർമ്മല്ലേ? അന്ന് കിട്ടിയ മതിയായില്ല. എൻ്റെ ഏട്ടന്മാരൊക്കെ പേടിയൊന്നുമില്ല. ഓന് ഇഷ്ടാ പറഞ്ഞേക്ക്, അല്ലെ കളി മാറും. ഓന് വേണ്ടി ലാസ്റ്റ് ആയിട്ട് ഞാൻ പറയാ, നമുക്ക് ഓനെ ഇഷ്ടപ്പെടാൻ പറ്റുമോ? പറ്റൂല, ഈ എൻ്റെ പണിക്ക് പോയിക്കോ. ഇങ്ങനെ പോവായിരുന്നു. എന്നെക്കാട്ടും വലിയ പെണ്ണിനെ ഞാൻ ഓന് സെറ്റായി കൊടുക്കും. ആടാ പോട്ടെ. എടാ ഓള് സെറ്റായോ, റെഡി ആയോ? ഉണ്ടപ്പരി റെഡിയായി. എന്താണ് ഈ എന്തൊക്കെയാണോ പറയുന്നത്? ഓൾക്ക് സെറ്റായില്ലേ? മോനെ, ഞാൻ ഓളെക്കാട്ടിൽ വലിയൊരു പെണ്ണിനൊക്കെ സെറ്റാക്കി തന്നെ പോരെ. അതുപോലെ എനിക്ക് വലിയ നല്ല ഒന്നും വേണ്ട, എനിക്ക് ഓള് മതി. എൻ്റെ പൊന്നു മോനെ, ഓളെനിക്ക് സെറ്റാവും എനിക്ക് തോന്നുന്നില്ല. അതെന്താണോ ഈ എന്തൊളിക്കാ പിന്നെ അവിടെ പോയി പറഞ്ഞ്? ഓള് ഇങ്ങോട്ട് വാ, ഞാൻ പറഞ്ഞുതരാം. എടാ മോനെ, ഞാൻ ഒരു കാര്യം കാണിച്ചു തരാം. ഞാൻ ഒന്ന് പറിച്ച് ഇതാ, ഞാൻ അത് നിലത്തെ ഇടുമ്പോൾ അത് ആടേക്ക് എത്തും. അതാ പോകുന്ന ഒന്ന്. ഞാൻ സൈഡ് എടാ ഈ ഓളോട് സംസാരിച്ച കാര്യങ്ങളൊക്കെ എന്താന്ന് നിന്നോട് പറഞ്ഞുണ്ടായി? ഓളമ്പൊക്കെ വേണ്ട, ഓളെനിക്ക് സെറ്റാവും എനിക്ക് തോന്നുന്നു. എടാ ഓൾ സെറ്റാവൂടാ, ഈ എന്തിനാ അങ്ങനെയൊക്കെ പറയുന്നത്? വേണ്ട, നമുക്ക് ഇതേപോലെ കുട്ടിക്കളിയൊക്കെ കളിച്ച് പോയാൽ പോരെ. എന്ത് സ്പീഡിലാവുന്നു. അതിന്റെ മോളത്തെ വശം മാത്രം ഇങ്ങനെ നിന്ന് ബാക്കിയെല്ലാം അടിയിൽ ഇങ്ങനെ 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 വരിക. ഇങ്ങനെ ഇട്ടേക്കാലോ? ഇങ്ങനെ വേണോ? ഭയങ്കര വലുതാ. ഞാനൊന്ന് വലുത് തീർക്കട്ടെ. വാടാ, ഇനിയൊക്കെ വീട്ടിൽ പോവാ. പോവാ. നമുക്ക് കൊറോണേനെ കണ്ടത്. കൊറോണ ചെടിമെന്ന് പറിച്ചല്ലേ? അതല്ല, കുഞ്ഞിക്കായും. ഇത് കൊറോണ ഇന്നല്ലോ, കൊറോണയ്ക്ക് കാണാൻ പറ്റില്ല. ഒരു കൊറോണ നിലത്ത് വീണുപോയി, പറന്നുപോയി. മുത്തു പോലെ ഉണ്ട്. എന്തൊരു സാധനം പോണം. അപ്പുക്കുട്ടനും സോനുക്കുട്ടനും ചെറുതാവുമ്പോഴുള്ള കുട്ടിക്കളിയും കൊണ്ട് ഇങ്ങനെ നടക്കുകയാണ്. ഇവർ ഈ കുട്ടിക്കളി കൊണ്ട് ചില കാര്യങ്ങൾ അങ്ങോട്ട് മറന്നു പോകും. ചെങ്ങാതി നന്നായ കണ്ണാടി വേണ്ടെന്നല്ലേ, അതുപോലെയാണ് ഈ സോനുട്ടനും. ഇവൻ്റെ കൂടെ നടക്കുമ്പോൾ വേറെ കാര്യങ്ങളൊന്നും ആലോചിക്കാണ്ടാവില്ല അപ്പുക്കുട്ടന്. കുട്ടിക്കളിയും കളിച്ച് ഇങ്ങനെ ഹാപ്പി ആയിട്ട് ഇവരങ്ങനെയായിട്ട് മുന്നോട്ടേക്ക് പോയിക്കോളെന്ന് വിചാരിക്കുക. പക്ഷെ അപ്പുവിൻ്റെ മനസ്സിൽ എപ്പോഴും പാറു തന്നെയായിരിക്കും. ഇനി സോനു അപ്പുവിൻ്റെ കൂടെ പോവാതെ നിൽക്കുമോ? എന്തൊക്കെ പറഞ്ഞാലും ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് നമ്മുടെ ലൈഫിൽ നമ്മൾ ഹാപ്പി ആയിരിക്കുന്നതിനല്ലേ. ഇവരെ പ്രണയം ഇങ്ങനെ ഈ നാട്ടിലൂടെ തന്നെ ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. കാരണം അപ്പുവിൻ്റെ ഇഷ്ടം പാറിനോടുള്ളത് തീരില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ട്രൂ ലവ് അല്ലേ, ട്രൂ ലവ് ഒരിക്കലും തീരില്ലല്ലോ. അങ്ങനെയല്ല അതിൻ്റെ ഒരു രീതി. സ്ഥിരമായിട്ട് കാണുന്ന കുറേ കാര്യങ്ങൾ ബേബി വീഡിയോയിൽ ഇപ്പോൾ വന്നു തുടങ്ങുന്നുണ്ട്. നിങ്ങളെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ബേബി വീഡിയോ ഇത്ര എപ്പിസോഡും കാര്യങ്ങളൊക്കെ ആക്കിയിടാൻ പറ്റിയത്. ഇപ്പം തന്നെ 24 എപ്പിസോഡായി. നിങ്ങൾ ഇനിയും സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ബേബി വീഡിയോ നിൽക്കില്ല, തുടർന്ന് ഇട്ടുകൊണ്ടേ നിൽക്കും. സത്യം പറഞ്ഞാൽ നിങ്ങൾ കാരണമാണ് ഇത്ര വീഡിയോ ഇടുന്നത് തന്നെ. എന്തായാലും ഇനിയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നത്. വേറെ ആയിട്ട് കാണാം.